മാസങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാത്ത ഹൃദയമാണോ നിങ്ങളുടേത്? വിസ ഫയൽ മേശപ്പുറത്ത് കിടക്കുന്നു, പക്ഷേ ഫോൺ മിണ്ടുന്നില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ ഉറപ്പ് വന്നിട്ടില്ലേ? പരീക്ഷാഫലം വരാനുണ്ട്, വീട്ടിലാരും ശാന്തമായി ശ്വസിക്കുന്നില്ലേ? വിവാഹാലോചന നീളുന്നു, കടബാധ്യത കെട്ടിക്കിടക്കുന്നു, വീടിന്റെ സമാധാനം കുറയുന്നു. അമ്മേ, അപ്പ, ഈ നീണ്ട കാത്തിരിപ്പിനെയും യേശു കാണുന്നുണ്ട്. ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്ന ഈ ക്ഷീണവും സ്വർഗം അറിയുന്നു. നിങ്ങൾ മറക്കപ്പെട്ടവർ അല്ല. നിങ്ങളുടെ കുടുംബം യേശുവിൻ്റെ കൈകളിലാണ്. ചൈനീസ് മുളയെക്കുറിച്ച് പലരും പറയാറുണ്ട്. നീണ്ടകാലം മണ്ണിന് മുകളിൽ ഒന്നും കാണാത്തതുപോലെ തോന്നാം. കണ്ടു നിൽക്കുന്നവർ ചോദിക്കും, ഇത് വളരുന്നുണ്ടോ? പക്ഷേ മണ്ണിനടിയിൽ വേരുകൾ ശാന്തമായി പടരുന്നു. വേരുകൾ ശക്തമാകാതെ മുള ഉയരുകയില്ല. അതുപോലെ ചില കാത്തിരിപ്പുകളിൽ ദൈവം പുറത്തു വലിയ അടയാളം ഉടനെ കാണിക്കണമെന്നില്ല. എന്നാൽ ഉള്ളിൽ ക്ഷമയും ജ്ഞാനവും സഹനവും വിശ്വാസവും വളർത്തുന്നുണ്ടാകാം. കാത്തിരിപ്പിലും യേശു പ്രവർത്തിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം പറയുന്നു, കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറക് വിരിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, അവർ നടന്നാലും തളരുകയില്ല. ഈ വചനം വേഗം കിട്ടുന്ന മറുപടിയുടെ വാഗ്ദാനമല്ല. ഇത് കാത്തിരിക്കുന്ന ഹൃദയത്തിന് കിട്ടുന്ന ദൈവിക ബലത്തിൻ്റെ വചനമാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ മറക്കപ്പെടുന്നില്ല. അവർ ഉള്ളിൽ പുതുക്കപ്പെടുന്നു. അവർ പതുക്കെ കൂടുതൽ ആഴമുള്ള വിശ്വാസത്തിലേക്ക് നടക്കുന്നു. ഒരു കേരള കത്തോലിക്ക വീട്ടിലെ സന്ധ്യയെ ഓർക്കുക. മേശപ്പുറത്ത് വിസ ഫയൽ കിടക്കുന്നു. അടുത്ത് വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പർ കിടക്കുന്നു. കുട്ടിയുടെ പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള ഭയം വീട്ടിൽ മൗനമായി നിൽക്കുന്നു. ജോലി ഇന്റർവ്യൂവിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. വിവാഹാലോചന വീണ്ടും നീണ്ടുപോയി. പുറത്ത് മഴ പെയ്യുന്നു. അമ്മയോ അപ്പനോ ജനൽക്കൽ നിൽക്കുന്നു. അവരുടെ ഉള്ളിലൊരു ചോദ്യമുയരുന്നു, കർത്താവെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ? അന്ന് അവരുടെ കണ്ണ് മുറ്റത്തെ ചെറിയ ചെടിയിലേക്ക് പോകുന്നു. മഴ കഴിഞ്ഞ മണ്ണിൽ അത് നിശബ്ദമായി നിൽക്കുന്നു. ഇന്നത് വലിയതായി തോന്നുന്നില്ല, പക്ഷേ അതിൻ്റെ വേരുകളുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പതുക്കെ ഹോം ആൾട്ടറിൻ്റെ മുമ്പിൽ പോകുന്നു. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു മെഴുകുതിരി കൊളുത്തുന്നു. അവർ വലിയ വാക്കുകൾ പറയുന്നില്ല. അവർ മൃദുവായി പറയുന്നു, യേശുവെ, മറുപടി ഇനിയും കാണുന്നില്ല. പക്ഷേ ഈ മറഞ്ഞിരിക്കുന്ന സമയത്തും നീ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രാത്രി എല്ലാ പ്രശ്നവും അവസാനിച്ചില്ല. പക്ഷേ ഹൃദയം പൂർണ്ണമായി ഒറ്റപ്പെട്ടതല്ലെന്ന് തോന്നിത്തുടങ്ങി. കാത്തിരിപ്പിലും യേശു പ്രവർത്തിക്കുന്നു. കർത്താവായ യേശുവെ, നീണ്ട കാലമായി കാത്തിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മറുപടി കാണാത്തതുകൊണ്ട് വിശ്വാസം ക്ഷീണിക്കുന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വിസ വൈകിയതുകൊണ്ട് തളർന്നവർക്ക് ക്ഷമ നൽകണമേ. ജോലി ഉറപ്പ് വരാത്തതുകൊണ്ട് പേടിക്കുന്ന യുവാക്കൾക്ക് ധൈര്യം നൽകണമേ. വീണ്ടും വീണ്ടും നിരാശാകരമായ മറുപടി കേട്ടവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കണമേ. ഇന്റർവ്യൂവിന് ശേഷം കാത്തിരിക്കുന്നവർക്കു ശാന്തത നൽകണമേ. പരീക്ഷാഫലത്തെക്കുറിച്ച് പേടിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സമാധാനം നൽകണമേ. വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ ഉറങ്ങാതെ കിടക്കുന്ന വീട്ടിൽ ജ്ഞാനം നൽകണമേ. അടയ്ക്കാത്ത ബില്ലുകൾ കണ്ടു വിറയ്ക്കുന്ന ഹൃദയങ്ങൾക്ക് ദിശ നൽകണമേ. വിവാഹം വൈകുന്നതുകൊണ്ട് മുറിവേറ്റ മക്കളെ കരുതണമേ. വീട്ടിലെ മൗനം സ്നേഹമുള്ള സംഭാഷണമായി മാറട്ടെ. യേശുവെ, കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, മറുപടിയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ വെളിച്ചം തരണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ ശരിയായ അടുത്ത ചുവട് കാണിക്കണമേ. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ വിവേകം തരണമേ. വാഗ്ദാനം നൽകി മറന്നുപോയ മനുഷ്യരാൽ മുറിവേറ്റ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ. സഹായം ചോദിച്ചപ്പോൾ മൗനം കിട്ടിയവരെ ആശ്വസിപ്പിക്കണമേ.
ബന്ധുക്കളുടെ താരതമ്യം കൊണ്ട് ചെറുതായി തോന്നുന്ന കുടുംബങ്ങളെ കരുണയോടെ മൂടണമേ. മറ്റുള്ളവരുടെ വളർച്ച കണ്ട് സ്വന്തം ജീവിതം ശപിക്കാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒന്നും മാറുന്നില്ല എന്ന ചിന്തയിൽ മുങ്ങിപ്പോകാതെ ഞങ്ങളെ കാക്കണമേ. മറഞ്ഞിരിക്കുന്ന വേരുകൾ പോലെ ഞങ്ങളുടെ വിശ്വാസം ആഴത്തിലാകട്ടെ. ഞങ്ങളുടെ ക്ഷമ കഠിനതയാകാതെ മൃദുവായ ബലമാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ വേരുകൾ ശക്തമാക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ കാത്തിരിക്കുന്ന വീടുകളെ മാതൃസ്നേഹത്തോടെ മൂടണമേ. ഹോം ആൾട്ടറിന് മുമ്പിൽ കരഞ്ഞ അമ്മമാരോടൊപ്പം നീ നിൽക്കണമേ. മൗനമായി സാമ്പത്തിക ഭാരം വഹിക്കുന്ന അപ്പന്മാരെ ആശ്വസിപ്പിക്കണമേ. ഗൾഫിലോ യുകെയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെയുള്ളവരുടെ ഏകാന്തതയും വീട്ടിലുള്ളവരുടെ കാത്തിരിപ്പും അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കുന്നു. രോഗവേദനയിൽ കാത്തിരിക്കുന്നവർക്ക് വൈദ്യസഹായവും നല്ല പരിചരണവും ലഭിക്കാൻ വഴിയൊരുക്കണമേ. പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തുമ്പോഴും നല്ല ചികിത്സയും സഹായവും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. പാതിവഴിയിൽ നിൽക്കുന്ന വീട് പണി കണ്ട് വിഷമിക്കുന്ന കുടുംബങ്ങളെ കരുതണമേ. കുടുംബസമാധാനം മടങ്ങിവരാൻ കാത്തിരിക്കുന്നവർക്ക് സഹനവും ധൈര്യവും നൽകണമേ. ഭർത്താവും ഭാര്യയും സംസാരിക്കാൻ മറന്നുപോയിടത്ത് സ്നേഹത്തിൻ്റെ ചെറിയ വാതിൽ തുറക്കണമേ. കാത്തിരിപ്പിലും യേശു പ്രവർത്തിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ക്ഷീണിച്ചു പോയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. വാക്കുകൾ കിട്ടാത്ത ദിവസങ്ങളിലും ഞങ്ങളുടെ കണ്ണുനീർ സ്വീകരിക്കണമേ. ജപമാല കയ്യിലെടുക്കാൻ മനസ്സ് തളർന്നാലും ഞങ്ങളെ വിട്ടുപോകരുതേ. മെഴുകുതിരി കൊളുത്തുമ്പോൾ മറുപടി കാണാത്ത ഹൃദയത്തിൽ പ്രത്യാശ തെളിയിക്കണമേ. നീ വൈകുന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ പോലും നീ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ സമയം നിന്റെ കൈകളിലാണ് എന്ന് വിശ്വസിക്കാൻ കൃപ തരണമേ. അതേസമയം മടിയും ഭയവും പേരിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വിവേകം തരണമേ. അപേക്ഷകൾ അയക്കാൻ ധൈര്യം തരണമേ. പഠിക്കേണ്ടത് പഠിക്കാൻ ശീലം തരണമേ. സഹായം ചോദിക്കേണ്ടിടത്ത് വിനയം തരണമേ. വഴി അടഞ്ഞാൽ പുതിയ വഴിയെ തിരിച്ചറിയാൻ വെളിച്ചം തരണമേ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ കാത്തിരിപ്പും അങ്ങയുടെ കൈകളിലാണ്. എനിക്ക് കാണാനാവാത്ത മറഞ്ഞിരിക്കുന്ന സമയത്തും നീ എന്നെ വളർത്തുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കണ്ണുനീർ വെറുതെ അല്ല. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ ഹൃദയത്തിലെത്തുന്നു. എൻ്റെ മക്കളുടെ ഭാവി അങ്ങയുടെ കരുണയിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ജോലി കാത്തിരിപ്പ് അങ്ങയുടെ ജ്ഞാനത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ വിസ കാത്തിരിപ്പ് അങ്ങയുടെ സമാധാനത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ കടബാധ്യതയുടെ ഭാരം അങ്ങയുടെ വെളിച്ചത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ വീട്ടിലെ മൗനം അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വെക്കുന്നു. കർത്താവെ, മറഞ്ഞിരിക്കുന്ന വേരുകൾ വളരട്ടെ. ചിലപ്പോൾ കാത്തിരിപ്പ് ആത്മാവിനെ ക്ഷീണിപ്പിക്കും. ഇന്നും ഒന്നും സംഭവിച്ചില്ല എന്ന് രാത്രി പറയാൻ തോന്നും. മറുപടി വന്നോ എന്ന് വീണ്ടും ഫോൺ നോക്കും. മെയിൽ തുറക്കും. വിസ പോർട്ടൽ പരിശോധിക്കും. പരീക്ഷാഫലം നോക്കാനുള്ള ദിവസം എണ്ണും. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം മുറിയും. ഇനിയും ആലോചന ഒന്നുമായില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കണ്ണു നിറയും. ജോലി കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ വേദനിക്കും. പക്ഷേ മനുഷ്യരുടെ ചോദ്യം അവസാന വാക്കല്ല. ദൈവത്തിൻ്റെ സമയം മനുഷ്യരുടെ സമ്മർദ്ദത്തേക്കാൾ ആഴമുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് യേശു പറയുന്നത് ഇതാണ്: കാത്തിരിക്കുമ്പോൾ തകർന്നു പോകരുത്. കാത്തിരിക്കുമ്പോൾ കഠിനഹൃദയരാകരുത്. കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥന പൂർണ്ണമായി വിടരുത്. ചൈനീസ് മുളയുടെ വേരുകൾ പോലെ അകത്ത് വിശ്വാസം വളരാൻ അനുവദിക്കുക. നാളെ മണ്ണിന് മുകളിൽ എന്ത് കാണുമെന്നു നിങ്ങൾക്കറിയില്ല. പക്ഷെ ഇന്ന് മണ്ണിനടിയിലെ വിശ്വാസത്തെ വെള്ളം കൊടുക്കാം. ആ വെള്ളം ഒരു ചെറിയ പ്രാർത്ഥനയാണ്. ആ വെളിച്ചം ഒരു ചെറിയ പ്രത്യാശയാണ്. ആ സംരക്ഷണം യേശുവിൻ്റെ കൃപയാണ്. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ മൃദുവായി അടക്കൂ. നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യം ഹൃദയത്തിൽ കൊണ്ടുവരൂ. വിസ ആയിരിക്കാം, ജോലിയായിരിക്കാം,
പരീക്ഷാഫലമായിരിക്കാം, വിവാഹമായിരിക്കാം, സാമ്പത്തിക ആശ്വാസമായിരിക്കാം, കുടുംബസമാധാനമായിരിക്കാം, രോഗസുഖമായിരിക്കാം. ആ കാത്തിരിപ്പ് യേശുവിൻ്റെ മുമ്പിൽ വെക്കൂ. ശാന്തമായി പറയൂ, യേശുവേ, മറുപടി ഇനിയും കാണുന്നില്ല. പക്ഷേ ഈ മറഞ്ഞിരിക്കുന്ന സമയത്തും നീ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങളുടെ ഒരു നീണ്ട കാത്തിരിപ്പ് തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വെക്കുക. പിന്നെ പതുക്കെ പറയുക, യേശുവേ, മറുപടി ഇനിയും കാണുന്നില്ല. പക്ഷേ ഈ മറഞ്ഞിരിക്കുന്ന സമയത്തും നീ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ നാൾ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ ഓർക്കുക. അവർക്കായി ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങളുടെ കാത്തിരിപ്പ് കരുണയായി മാറട്ടെ. നിങ്ങളുടെ വേദന മറ്റൊരാളുടെ അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയായി മാറട്ടെ. കമന്റിൽ യേശുവേ, കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് എഴുതുക. മറുപടിക്കായി കാത്തിരിച്ച് തളർന്ന ഒരാൾക്കോ ഒരു കുടുംബത്തിനോ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവർക്ക് ഇതൊരു സാധാരണ സന്ദേശമാകില്ല. മണ്ണിനടിയിൽ വേരുകൾ വളരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ദൈവിക ആശ്വാസമാകാം. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കാത്തിരിപ്പിൻ്റെ ഈ കാലത്ത് അവരുടെ ശക്തി പുതുക്കണമേ. അവർ ഓടുമ്പോൾ ക്ഷീണിച്ച് വീഴാതിരിക്കട്ടെ. അവർ നടക്കുമ്പോൾ തളരാതിരിക്കട്ടെ. അവരുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴത്തിലാകട്ടെ. അവരുടെ തീരുമാനങ്ങൾ ജ്ഞാനത്തോടെ നയിക്കപ്പെടട്ടെ. അവരുടെ വീട്ടിലെ മൗനം സമാധാനമായി മാറട്ടെ. അവരുടെ കണ്ണുനീർ പ്രത്യാശയാൽ തുടയ്ക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് വെളിച്ചം നൽകട്ടെ. പരിശുദ്ധ അമ്മ കാത്തിരിക്കുന്ന ഓരോ ഹൃദയത്തെയും മാതൃസ്നേഹത്തോടെ കാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ കാലം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബം യേശുവിൻ്റെ സമാധാനത്തിൽ നിലനിൽക്കട്ടെ. ആമേൻ.